ശ്രീ പിണറായി വിജയൻ വളരെയധികം സമ്മർദ്ദത്തിലാക്കപ്പെട്ട ഒരു കേസ്. അദ്ദേഹത്തിന്റെ മകള് മാത്രമല്ല, മരുമകനും മക്കളിലേക്കെല്ലാം പോകുന്ന ഒരു കേസ്. കേവലം 2.78 കോടി രൂപയുടെ എക്സാലോജിക്കൽ CMRL പണം ബാങ്ക് വഴി വാങ്ങിയ കേസല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നൂറുകണക്കിന് കോടി രൂപ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക്, മുൻ മുഖ്യമന്ത്രിക്ക്, അവരുടെ മക്കൾക്ക്, മരുമക്കൾക്കെല്ലാം കിട്ടിയ പണം എങ്ങോട്ട് പോയി? ഇതുമായി ബന്ധപ്പെട്ട മണി ലോണ്ടറിംഗ് കേസിനെ സംബന്ധിച്ച്, ഹവാല ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണവും വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഒരക്ഷരം ശബ്ദിക്കാൻ ശ്രീ വി ഡി സതീശൻ തയ്യാറായി. 5 വർഷവും രാഷ്ട്രീയ ആയുധമായി ഞങ്ങളെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച ഈ കേസ് ശരിയായ നിലയിൽ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ മൗനി ബാബയെ പോലെ വായ തുറക്കാതിരിക്കുകയാണ്. അതല്ലേ സത്യം? അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം കഴിഞ്ഞ 3 വർഷവും കേരളം കണ്ടത് ശ്രീ വി ഡി സതീശൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പും ശ്രീ വി ഡി സതീശൻ സർക്കാരിന്റെ വർഗീയ ശക്തികളുടെ മുമ്പിലുള്ള മുട്ടുമടക്കലുമാണ് എന്നുള്ളത് പ്രകടമായി തെളിഞ്ഞിരിക്കുന്നു. ഭരണ നടപടികളുടെ കാര്യത്തിൽ തങ്ങൾ LDF സർക്കാരിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല, ഞങ്ങൾ രണ്ടും രണ്ടല്ല, ഒന്നു തന്നെയാണ് എന്ന് വിശദമാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 3 മാസവും കേരളം കണ്ടത്. എന്താണോ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അത് തന്നെ തുടരുന്ന ഒരു സർക്കാരായി, ഒരു കാർബൺ കോപ്പിയായി UDF സർക്കാർ മാറി. ഇവിടെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഇത് രണ്ടുമല്ല കേരളത്തിനാവശ്യം, വികസനത്തിനാവശ്യം ഒരു ജനകീയ ബദലാണ് എന്ന് ഞങ്ങൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ന് ഇതുമാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അന്വേഷണം കൂടുതൽ റിയാസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ? ഈ കമ്പനികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ലേഖനത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ലാഭത്തിലാവും. അല്ല, ഈ ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നതും ഒരു സുപ്രധാനമായ പദവിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജെയിൻ ഹവാല കേസിൽ LKA എന്നുള്ള ഒരു 3 അക്ഷരം വന്നപ്പോൾ, LKA എന്ന് പറയുന്ന ഒരു 3 അക്ഷരം വന്നപ്പോൾ BJP നേതാവായിരുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി സ്വീകരിച്ച ഒരു മാതൃകയുണ്ട്. ഇവിടെ പ്രകടമായി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മരുമകൻ, ഇനി മകനിലേക്കും അടക്കം എത്താവുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് ആദ്യം തന്നെ പിണറായി വിജയൻ തന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. റിയാസിനെ സംബന്ധിച്ച് മടിയിൽ കനവിലെ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? റിയാസ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി പരീക്ഷ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒന്നും പേടിക്കാനില്ലെങ്കിൽ അന്വേഷണ വഴിക്ക് പോയില്ലേ? പിന്നെ CPM-നകത്ത് ഞാനിപ്പോ അത് ഉത്തരവാദപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ആരും വരുന്നില്ലല്ലോ ബഹളം വയ്ക്കാൻ. ശ്രീമാൻ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സെർച്ച് നടന്നപ്പോൾ കാണിച്ച ആവേശം ഇപ്പോൾ റിയാസിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. CPM-ൽ ഇത് എല്ലാവരും കൺവിൻസ്ഡ് ആണ്. ഈ ബിസിനസ് ലോബികളെല്ലാം എങ്ങനെയാണോ ഉണ്ടായത്, അവർക്കെല്ലാം ഇതിൽ മുതൽ മുടക്കാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു, ഇത് ഈ പണത്തിന്റെ ഉറവിടം എന്താണ്, ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് റിയാസിനോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞതിന് പകരം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഇനി ED-യെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാം. നേരത്തെ സർക്കാർ ഉണ്ടായിരുന്നുകൊണ്ടാണ്, പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാ, വി ഡി സതീശൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയന് കിട്ടിയതുപോലെ പോലീസിന്റെ സഹായം കൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തയ്യാറായാൽ ഇപ്പൊ തിരുവനന്തപുരത്തെ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുന്നത് ഒരു പാപ്പരത്തമാണ്. രാഷ്ട്രീയമായി ഒന്നും നേരിടാനില്ല. ഇത് പൊളിറ്റിക്കൽ കേസല്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തു മുന്നോട്ട് വന്നൊരു കേസല്ല. ആദായനീതി വകുപ്പിന് മുമ്പിൽ ഈ കുടുംബം തന്നെ ഹാജരാക്കിയ രേഖകളും അവർ കൊടുത്ത സത്യവാങ്മൂലവും അവർ കൊടുത്ത കണക്കുകളും
എല്ലാം അടിസ്ഥാനമായി ഉയർന്നു വന്ന ഒരു കേസാണ്. ഒട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലാത്തൊരു കേസാണ്. അത് ബുദ്ധിയുള്ള വിവേകമുള്ള എല്ലാ CPM നേതാക്കൾക്കും അറിയാം, അണികൾക്കും അറിയാം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ നോക്കി. റിയാസിനെയും സംഘത്തെയും സംരക്ഷിക്കാൻ ഒരൊറ്റ സൈബർ സഖാക്കൾ പോലും ഇത്തവണ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ വെറുതെ റിയാസിന് രക്തസാക്ഷി പരിവേഷം നൽകരുത് എന്നാണ് എന്റെ അഭിപ്രായം.